അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് സഫ്ന ഹാദിയ. ഞാൻ മലപ്പുറം വളാഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ +2 കഴിഞ്ഞു ശേഷം അൽഇഫാദ വുമൻസ് അക്കാഡമി വെട്ടിച്ചിറയിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BA സൈക്കോളജി വിത്ത് ഇംഗ്ലീഷാണ് വിഷയം. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇവിടെ ഇങ്ങനെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. 2 വർഷം മുമ്പ് ഞാൻ ഇവിടുത്തെ ക്യാമ്പിൻ്റെ ഒരു പോസ്റ്റർ കണ്ടിരുന്നു. അന്ന് വരാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലായിരുന്നു. ഇപ്പോഴാണ് എല്ലാം കൊണ്ടൊന്ന് റെഡിയായി വന്നത്. അങ്ങനെ ഞാൻ വീട്ടിൽ ഈ കാര്യം അവതരിപ്പിച്ചു. വീട്ടുകാർക്കൊന്നും എതിർപ്പൊന്നും ഉണ്ടായില്ല. ഞാൻ മഅദിൻ ക്യൂലാൻഡിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതിന് മുന്നേ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഏകദേശം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ വരുമ്പോൾ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ഏകദേശം എൻ്റെ ജീവിതം എനിക്ക് ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്നും ഒന്നുകൂടെ ക്രമപ്പെടുത്താൻ പറ്റുമെന്നും ഒരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് വന്നത്. വെറുതെ ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് അന്വേഷിച്ചിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ജീവിതം ഒന്നും കൂടെ ക്രമപ്പെടുത്താൻ എനിക്കതുകൊണ്ട് സാധിക്കും എന്നുള്ളത്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇതിൻ്റെ മുന്നേ കേട്ടറിവുണ്ടെന്നുണ്ടെങ്കിലും ഇതുവരെ കോളേജോ ഇവിടുത്തെ ഹോസ്റ്റൽ സൗകര്യങ്ങളൊന്നും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവിടെ വന്നപ്പോൾ അൽഹംദുലില്ലാ എന്തുകൊണ്ടും റാഹത്താണ്. ഇവിടുത്തെ കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്ന് തന്നെ പറയാം. ഞാനിങ്ങോട്ട് വന്നത് എന്തെല്ലാമോ അറിയാമെന്നുള്ളൊരു ധാരണയിലാണ് വന്നത്. ഇവിടെ വന്ന് ഇവിടുത്തെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഒന്നും ആയിട്ടില്ല, പഠിച്ചൊന്നും ആയിട്ടില്ല. ഖുർആനെ പറ്റി വലിയ ധാരണ ഒന്നും എനിക്ക് ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാനിവിടെ വന്നു, തജ്വീദിൻ്റെ ക്ലാസ് കേട്ടു. തജ്വീദ് മാത്രമല്ല, ഇവിടെ ഒരുപാട് ക്ലാസ് പുറമേ കിട്ടി. എല്ലാം ജീവിതത്തിലേക്ക് ഉപകാരപ്പെടുത്താവുന്നത് തന്നെയാണ്. നമ്മുടെ കഴിവുകളെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു മണ്ടത്തരമാണെന്ന് ഇവിടുന്ന് ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായി. ഇത്രയും കാലം ഞാൻ ചെയ്തിരുന്നു അത് തന്നെയായിരുന്നു. എന്തൊരു കാര്യം കിട്ടുകയാണെങ്കിലും എന്നെക്കൊണ്ട് അത് കഴിയുമോ എന്നൊരു സംശയമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഇനി മുതൽ എന്തായാലും അങ്ങനെ ഒരു ചോദ്യത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രസക്തി ഉണ്ടാവില്ല. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ റൂൾസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടുത്തെ കുട്ടികൾ ആരുടെ നിയന്ത്രണത്തിലല്ല, ഓരെന്തൊക്കെയോ ചെയ്യുന്നു. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഡിസിപ്ലിൻ. ആരും അവരെ നിയന്ത്രിക്കണില്ല. ഓരോ ഇഷ്ടത്തിനാണ് ഓരോന്ന് ചെയ്യുന്നത്. ഓരോ ബെല്ലടിക്കുമ്പോഴും ശേഷം വരുന്ന ഖിറാഅത്ത്, മാഷാ അല്ലാഹ്, അത് ഭയങ്കര ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാണ് ഞാൻ. കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഉഷാറാണ് തോന്നി. ഞാൻ എന്നിട്ട് ഇവിടുത്തെ കുട്ടികളുടെ അതിനെ പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് നല്ലതാണ്, ഞങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ പാരായണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് അറിയുന്നത് തന്നെ ഇങ്ങനെയൊക്കെ പറ്റും എന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 24 മണിക്കൂറുണ്ട്. അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നും എങ്ങനെ ഉപയോഗപ്പെടുത്താതിരിക്കാമെന്നുള്ളതും തീരുമാനിക്കേണ്ടത് ആ മനുഷ്യനാണ്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എങ്ങനെ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതം ചിട്ടയോടെ ക്രമപ്പെടുത്താമെന്നുള്ളത് മനസ്സിലായി. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ മുന്നോട്ടും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെന്ന് നല്ല നിയ്യത്ത് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വിഷയം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽ, അതൊക്കെ തന്നെയാണ്. ഇവിടുത്തെ കുട്ടികൾ ഓരോരുത്തരെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം നമുക്ക് ഓരോരുത്തരുടെ മൈൻഡ് ലെവൽ എങ്ങനെയാണെന്നും എന്താണ് ഒരെന്തോ ഫോക്കസ് ചെയ്ത് ആരോ ഒരാൾ പുറത്തുനിന്ന് ഓരിങ്ങനെ നിയന്ത്രിക്കണ പോലെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണ പോലെയാണ് തോന്നിയത്. അത് എന്തോ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിക്ക്. ഇത്ര കാലത്തെ പഠന ജീവിതത്തിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനൊരു സിസ്റ്റം ഇതുവരെ കണ്ടിട്ടില്ല. മക്കളൊക്കെ ചെറുപ്പം മുതലേ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇനിയുള്ള തലമുറയും അങ്ങനെയൊക്കെ തന്നെയാവും ശീലിച്ചു വരുന്നത്. നമ്മളും ഇപ്പോൾ ജീവിച്ചു പോകുന്നത് അതേപോലെയാണ്. സോഷ്യൽ മീഡിയ അല്ലാത്തൊരു ലോകം തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കും മുതിർന്നവർക്ക് പോലും ഇല്ല. ഇനി വരുന്ന തലമുറക്ക് അത്രയും ഉണ്ടാവില്ല. എന്നിടത്ത് ഇങ്ങനെ തികച്ചും വ്യത്യസ്തമായ രീതിയിലൊരു ഹോസ്റ്റൽ സമ്പ്രദായം എന്ന് പറയുമ്പോൾ മാഷാ അല്ലാഹ്. അതുകൊണ്ട് ഇവിടേക്ക് പഠിക്കാൻ വരുന്ന ഓരോ കുട്ടികളുടെയും ഭാവി, അതേപോലെ സോഷ്യൽ മീഡിയയിലുള്ള ഓരോ ഇൻട്രാക്ഷൻ എല്ലാം വ്യത്യസ്ത രൂപത്തിലായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്, 100% ഓരോ ജീവിതത്തിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണെന്നും ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നും ഓരോ ഇവിടെ തന്നെ പരിശീലിച്ച് വരുന്നുണ്ട്. ആ കാര്യത്തിൽ ഈ സ്ഥാപനം നിങ്ങൾക്ക് ഉറപ്പ് നൽകും. അത് മഅദിൻ ക്യൂലാൻഡ്, പുൽപ്പറ്റ, മഞ്ചേരി. കോൺടാക്ട് 9946623412.